ഉം, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ള നിങ്ങളെ ഇന്നത്തെ ഈയൊരു പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതെ, വളരെ ഗൗരവമുള്ള, എന്നാൽ നമ്മൾ ആരും അധികം ചിന്തിക്കാത്ത ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സയ്യിദ് അബ്ദുൽ ഹക്കീം എഴുതിയ ഹർഘർ സേ ഏക് സൈനിക് എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. അതായത്, ആ പുസ്തകത്തിലെ ഒരു പ്രത്യേക ഭാഗം മാത്രം. അതെ, ഈ പുസ്തകത്തിലെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും നമ്മളിന്ന് പോകുന്നില്ല. ഇതിലെ മൂന്നാമത്തെ അധ്യായമായ വെൻ ദ ഹോം ബ്രേക്സ്, അതായത് വീട് തകരുമ്പോൾ എന്ന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ഡീപ് ഡൈവിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഒരു ചാപ്റ്റർ മാത്രം മതിയാകും നമുക്ക് വലിയൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ. ഉറപ്പായും. നമ്മുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വാഹനാപകടം നടക്കുമ്പോൾ പോലീസും നിയമവും അന്വേഷിക്കുന്നത് ആരാണ് തെറ്റുകാരൻ, അല്ലെങ്കിൽ വാഹനത്തിന്റെ വേഗത എത്രയായിരുന്നു എന്നൊക്കെയാണല്ലോ. അതെ, ഇൻഷുറൻസ് കമ്പനികളും അതുതന്നെയാണ് നോക്കുന്നത്. എക്സാക്ട്ലി. എന്നാൽ റോഡിലെ ആ ചോരക്കറകൾ മായ്ച്ചു കളഞ്ഞതിന് ശേഷം ബാക്കിയാകുന്ന യഥാർത്ഥ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ഈയൊരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുകയാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന ലക്ഷ്യം. വളരെ നല്ലൊരു ലക്ഷ്യമാണ്. കാരണം ഒരു അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ വീടിനുള്ളിൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് ആ അധ്യായം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത്, ഒരു വീട് എന്ന് പറയുന്നത് വെറും ഇഷ്ടികയും സിമന്റും കൊണ്ടുള്ള മതിലുകളല്ലല്ലോ. ഒരിക്കലുമല്ല. അവിടെ ജീവിക്കുന്ന മനുഷ്യർ, ആ സാധനങ്ങൾക്ക് നൽകുന്ന അർത്ഥമാണ് ഒരു വീടിനെ ശരിക്കും വീടാക്കുന്നത്. ആ ഒരു താളമാണ് പെട്ടെന്നൊരു ദിവസം തെറ്റിപ്പോകുന്നത്. ശരിയാണ്. ഈ പുസ്തകത്തിൽ പറയുന്നൊരു ഉദാഹരണമുണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു. ആ ഭാര്യയുടെ കഥയല്ലേ? അപകട വിവരമറിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്താ പറയാ, അവരറിയാതെ 2 ചായ ഗ്ലാസുകൾ മേശപ്പുറത്തെടുത്തു വെക്കും. ആ പഴയ ഓർമ്മയിൽ അവരുടെ കൈകൾ അറിയാതെ ചലിക്കുകയാണ്. അതെ. പിന്നെ ഓർമ്മ വരുമ്പോൾ അതിലൊന്നു തിരികെ വെക്കും. മരിച്ചയാൾ ഉപയോഗിച്ചിരുന്ന ഷൂസുകളും വസ്ത്രങ്ങളും ഒരു കാത്തിരിപ്പിന്റെ ബാക്കിപത്രമായി ആ വീട്ടിൽ അവിടെ തന്നെ കിടക്കും. ശരിക്കും പറഞ്ഞാൽ അതാണ് ട്രോമ മനുഷ്യനിൽ ചെയ്യുന്നത്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സിന് കഴിയുന്നില്ല. ഓക്കെ, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം തോന്നി. പറയൂ. നമ്മുടെയൊക്കെ ജീവിതം ഒരു സ്മാർട്ട് ഫോൺ പോലെയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ പോലെയോ? അതെങ്ങനെയാണ്? അതായത്, ഫോൺ കയ്യിൽ നിന്ന് താഴെ വീണ് സ്ക്രീൻ പൊട്ടി പൂർണ്ണമായും കേടായാൽ പോലും അതിനകത്ത് വരുന്ന നോട്ടിഫിക്കേഷനുകൾക്കോ മെസ്സേജുകൾക്കോ ഒരു കുറവുമുണ്ടാകില്ലല്ലോ. ശരിയാണല്ലോ. നമ്മളെടുത്ത ലോണുകളുടെയും EMI-കളുടെയും മെസ്സേജുകൾ കൃത്യമായി വന്നുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. വളരെ കൃത്യമായ ഒരു അനലോഗിയാണിത്. അല്ലേ? ഒരാൾ പോയാലും വീട്ടുവാടക, കുട്ടികളുടെ സ്കൂൾ ഫീസ്, ഇതൊന്നും നിൽക്കുന്നില്ല. ദുഃഖിക്കാൻ പോലും സമയം നൽകാതെ ജീവിതം മുന്നോട്ടു പോകാൻ അവരെ നിർബന്ധിക്കുകയാണ്. തീർച്ചയായും. അവിടെ ഏറ്റവും സങ്കടകരമായ കാര്യം കുട്ടികളുടെ അവസ്ഥയാണ്. കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അച്ഛൻ എപ്പോഴാ വരുന്നതെന്ന്. ആ ചോദ്യത്തിന് മുന്നിൽ ബാക്കിയുള്ളവർ പകച്ചു നിൽക്കും. അതെ, അവർക്ക് എന്തു മറുപടി കൊടുക്കണമെന്ന് ആർക്കും അറിയില്ല. ആ ഒരു നിശബ്ദത ആ വീടിനെ എപ്പോഴും വേട്ടയാടും. മരണപ്പെട്ടവരുടെ കാര്യം നമ്മളിപ്പോ പറഞ്ഞു. എന്നാൽ അപകടത്തിൽ മരിക്കാതെ ജീവിതകാലം മുഴുവൻ കിടപ്പിലായി പോകുന്നവരുടെ അവസ്ഥയോ? അവിടെയാണ് ശരിക്കും ഈ പുസ്തകം മറ്റൊരു തലത്തിലേക്ക് പോകുന്നത്. ഇവിടെയാണ് കെയർ ഗിവർ, അതായത് അവരെ പരിചരിക്കുന്നവരുടെ നിശബ്ദമായ ദുഃഖം നമ്മൾ കാണേണ്ടത്. കെയർ ഗിവറുടെ ദുഃഖമെന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ, മരിച്ചവർക്ക് വേണ്ടി കരയാൻ നമ്മുടെ സമൂഹത്തിനറിയാം. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാം. അതെ, കുറച്ചു ദിവസം എല്ലാവരും കൂടെയുണ്ടാകും. എക്സാക്ട്ലി. എന്നാൽ പരിക്കേറ്റ് കിടക്കുന്നവരെ പരിചരിക്കുന്ന ഒരാളുടെ ജീവിതം പെട്ടെന്നൊരു ആശുപത്രി മുറിയിലേക്ക് ചുരുങ്ങുകയാണ്. ശരിയാണ്. അവരുടെ ജോലിയും സ്വപ്നങ്ങളും ആ നിമിഷം അവസാനിക്കുകയാണ്. ഒരിക്കലും തിരികെ കിട്ടാത്ത ഒരു പഴയ ജീവിതത്തെക്കുറിച്ചോർത്തവർ ദിവസവും സങ്കടപ്പെടുന്നുണ്ട്. ഇതിന് ശരിക്കുമൊരു വാക്കില്ല. അതൊരു വലിയ പോയിന്റാണ് കേട്ടോ. ഇത് ഒരാളുടെ മാത്രം വേദനയല്ല. ഇതൊരു സാധാരണ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തികവും മാനസികവുമായ തകർച്ചയാണ്. അതെ, ആ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ അവിടെ ഇല്ലാതാവുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. വരുമാനം കൊണ്ടുവന്നിരുന്ന ആളാണ് കിടപ്പിലായത്. കൂടെയുള്ള ആൾക്ക് ജോലിക്ക് പോയി പണം കണ്ടെത്താനും കഴിയില്ല. മാത്രമല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ ആശുപത്രി ചെലവുകളും വരും. ഇതൊരു വലിയ കടക്കിണിയാണ്. ശരിക്കും നമ്മളെപ്പോഴും ഇരയുടെ, അതായത് വിക്ടിമിന്റെ കുടുംബത്തെക്കുറിച്ച് മാത്രമാണല്ലോ ചിന്തിക്കുന്നത്. അതെ, അതാണ് നമ്മുടെ ഒരു രീതി. എന്നാൽ അപകടമുണ്ടാക്കിയ ആളുടെ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നത്?
ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലിലേക്ക് നമ്മൾ കടക്കുന്നത് ഇവിടെയാണ്. ആ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ചെറിയ അശ്രദ്ധ ഒരേ സമയം 2 വീടുകളെയാണ് തകർക്കുന്നത് എന്ന് പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. 2 വീടുകളെന്ന് പറയുമ്പോൾ പ്രതിയുടെ വീടും കൂടിയാണല്ലേ? അതെ, അപകടമുണ്ടാക്കിയ ആളുടെ ഭാര്യയ്ക്ക് ആ നിമിഷം മുതൽ പോലീസ് കേസുകൾക്കും നിയമ നടപടികൾക്കും പിന്നാലെ ഓടേണ്ടിവരും. ആ, അത് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. മാത്രമല്ല, അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അപകടമുണ്ടാക്കിയ ആളുടെ മക്കൾ എന്ന പേരിൽ അവർ ഒറ്റപ്പെടുന്നു. ബന്ധുക്കളും നാട്ടുകാരും അവരെ അകറ്റി നിർത്താൻ തുടങ്ങും. അതായത് അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ശിക്ഷ അനുഭവിക്കണം. അതെ. പിന്നെ ഇതിലൊരു ക്ലാസ് ഡിഫറൻസ് കൂടിയുണ്ട്. വൻകിടക്കാർക്ക് പണവും സ്വാധീനവും ഉപയോഗിച്ച് ഇതിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെടാം. വക്കീലന്മാരെ വെച്ച് കേസൊതുക്കാം. എക്സാക്ട്ലി. എന്നാൽ സാധാരണക്കാർക്ക് ഈ സാമ്പത്തിക ബാധ്യത താങ്ങാൻ കഴിയില്ല. അവർ ശരിക്കും തകർന്നു പോകും. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ കൗതുകകരമാകുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഇതൊരു നിശ്ചലമായ കുളത്തിലേക്ക് വലിയൊരു കല്ലെറിയുന്നത് പോലെയാണ്. നല്ലൊരു ഉപമയാണത്. ആ കല്ല് വീഴുമ്പോൾ ഉണ്ടാകുന്ന തിരമാലകൾ കുളത്തിന്റെ 2 കരകളിലും ചെന്നടിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണിത്. നിയമത്തിനു മുന്നിൽ ഒരാൾ മാത്രമേ പ്രതിയാകുന്നുള്ളൂ. അതെ, വാഹനം ഓടിച്ചാൽ. എന്നാൽ ശിക്ഷ അനുഭവിക്കുന്നത് ആ കുടുംബം മുഴുവനുമാണ്. ഈ ഒരു കോണിലൂടെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല, അല്ലേ? ഒരിക്കലുമില്ല. പ്രതിയോടുള്ള ദേഷ്യം കാരണം ആ കുടുംബത്തിന്റെ കണ്ണുനീർ നമ്മൾ പലപ്പോഴും കാണാതെ പോകുകയാണ്. തീർച്ചയായും. നമ്മുടെ സമൂഹം അവരെ ഒരുപാട് ഒറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം വരുന്നത്, ഇതൊക്കെ നിയമപരമായി ഇൻഷുറൻസ് തുകയോ നഷ്ടപരിഹാരമോ നൽകി തീർക്കാൻ കഴിയില്ലേ എന്നാണ്. അവിടെയാണ് വലിയൊരു തെറ്റിദ്ധാരണ കിടക്കുന്നത്. ഇതിന് നമ്മളൊരു വലിയ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ അത് മനസ്സിലാകും. അതായത് പണം കൊണ്ടെല്ലാം ശരിയാകില്ലേ എന്നാണോ? അതെ. ഇൻഷുറൻസ് തുകകൾ കണക്കാക്കുന്നത് ശാരീരികമായ പരിക്കുകൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും മാത്രമാണ്. എന്നാൽ ഒരു അച്ഛൻ മരിക്കുമ്പോൾ ഭാവിയിൽ ആ വീട്ടിൽ നടക്കേണ്ടിയിരുന്ന 40 സംഭാഷണങ്ങളാണ് ഇല്ലാതാകുന്നത് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. 40 സംഭാഷണങ്ങൾ, അതൊരു വലിയ കാര്യമാണ് കേട്ടോ. അതെ. മകളുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ അയാൾ ഉണ്ടാകില്ല. ഒരു നിമിഷം സീറ്റ് ബെൽറ്റ് ഇടാൻ മടിച്ചതിന്, അല്ലെങ്കിൽ ഒന്ന് അശ്രദ്ധമായി വണ്ടി ഓടിച്ചതിന് കൊടുക്കേണ്ടി വരുന്നത് ഒരു വില കൊടുത്താലും കിട്ടാത്ത കാര്യങ്ങളാണ്. ശരിയാണ്. 1 കോടി രൂപ ഇൻഷുറൻസ് കിട്ടിയാലും അച്ഛന്റെ സ്നേഹം തിരികെ കിട്ടില്ലല്ലോ. കിട്ടില്ല. പിന്നെ ഇത് ആ കുടുംബത്തിന്റെ മാത്രം നഷ്ടവുമല്ല. അല്ലേ? സമൂഹത്തിനും ഇതിൽ നഷ്ടമുണ്ടോ? തീർച്ചയായുമുണ്ട്. പുസ്തകത്തിൽ വളരെ വ്യക്തമായൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു നല്ല ആശാരി മരിക്കുമ്പോൾ അയാളുടെ ജീവൻ മാത്രമല്ല, അയാളുടെ കലയാണവിടെ നഷ്ടമാകുന്നത്. അത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു സംരംഭകൻ മരിക്കുമ്പോൾ അയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന 10 പേരുടെ കുടുംബങ്ങളുടെ അന്നമാണ് മുടങ്ങുന്നത്. ഇത് രാജ്യത്തിന്റെ തന്നെ ഉൽപ്പാദനശേഷിയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു റോഡ് അപകടം എന്നത് വെറും 2 കാറുകൾ കൂട്ടിയിടിക്കുന്നതല്ല, അതൊരു സമൂഹത്തിന്റെ പല തലങ്ങളിലേക്കും പടരുന്ന വലിയൊരു വിള്ളലാണല്ലേ? എക്സാക്ട്ലി. അതൊരു വലിയ ചെയിൻ റിയാക്ഷനാണ്. അവിടെ തീരുന്നില്ല അതിന്റെ പ്രത്യാഘാതങ്ങൾ. ഈ പുസ്തകത്തിലെ 3-ാം അധ്യായം നമുക്ക് നൽകുന്ന പാഠം വളരെ വ്യക്തമാണ്. റോഡിലെ അപകടങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. അതെ, റോഡിൽ നിന്ന് അത് വീടുകളിലേക്ക് എത്തുന്നു. അവ നമ്മുടെ വീടുകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കുട്ടികളുടെ മനസ്സിലേക്കും സമൂഹത്തിലേക്കും ഒരുപോലെ കടന്നുകയറുകയാണ്. ശരിയാണ്. ഇത് തടയാൻ കഴിയുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഈ നഷ്ടങ്ങൾക്ക് മനുഷ്യന്റെ അശ്രദ്ധ മാത്രമാണ് കാരണം എന്നത് നമ്മൾ തിരിച്ചറിയണം. ഉറപ്പായും. അതുകൊണ്ടുതന്നെ വാഹനമോടിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വീടിന്റെ വാതിലിനരികിൽ വെച്ചിരിക്കുന്ന താക്കോൽ അല്ലെങ്കിൽ റാക്കിലിരിക്കുന്ന ഷൂസുകൾ ഒന്ന് സങ്കൽപ്പിക്കുക. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നിങ്ങൾ വൈകുന്നേരം സുരക്ഷിതനായി വീട്ടിൽ തിരിച്ചെത്തും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ആ സാധനങ്ങൾ അവിടെ കാത്തിരിക്കുന്നത്. അതെ. നാളെ രാവിലെ നിങ്ങൾ വണ്ടിയുടെ താക്കോലെടുക്കുമ്പോൾ ആ കാത്തിരിപ്പിന്റെ വില നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകില്ലേ? ചിന്തിച്ചു നോക്കൂ. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.